വാള് കേൾക്കുന്ന ഉമ്മമാരെ, പർച്ചേസിംഗിന് മാത്രം പോയിട്ട് സമയം കൊന്നാ മതിയോ? കല്യാണത്തിന് പോയി വരാൻ മാത്രം പഠിച്ചാ മതിയോ? കല്യാണത്തിന്റെ പേരില് തോന്നിവാസത്തിന്റെ പിന്നിൽ പോകാൻ മാത്രം പഠിച്ചാ മതിയോ? കല്യാണത്തിന്റെ വീട്ടിൽ പോയിട്ട് അന്യ പുരുഷന്മാരെന്ന് ചിന്തിക്കാതെ, അന്യ പുരുഷന്മാരെ മുന്നിലാണെന്ന് ആലോചിക്കാതെ, കണ്ടു കാണുന്ന നിങ്ങളെ സൗന്ദര്യോ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് ഒരു മടിയുമില്ലല്ലോ ചില താത്തമാർക്ക്, ഒരു മടിയുമില്ലല്ലോ ചില ഇഞ്ഞമാർക്ക്. നഊദുബില്ല. ഇതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ് ഉമ്മമാരെ? ഇതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ് താത്തമാരെ? ഇതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ് ഇഞ്ഞമാരെ? ഒരു മടിയുമില്ല. കല്യാണ വീട്ടിൽ അന്യപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിക്കുന്നതിനൊരു മടിയുമില്ല. വേണമെങ്കിൽ ചുണ്ടിന് ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് പോകും, ഒരു മടിയുമില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നവരെ ക്ഷണിച്ച് വരുത്തുന്ന ബാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, ആങ്ങളമാരില്ലേ? ഒരാങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ആങ്ങളക്ക് വലിയ ആഗ്രഹമുണ്ട് പെങ്ങളെ കല്യാണം ഒന്ന് ഉഷാറാക്കി നടത്തണോന്ന്. അത് നല്ല കാര്യമാണ്. ആങ്ങളമാര്, പെങ്ങളും ആങ്ങളയും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് പെങ്ങളെ കല്യാണത്തിന് കുറെ മേക്കപ്പ് ഉണ്ടാക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു പെങ്ങളെ കോലം ഫുള്ളാക്കി അങ്ങ് മാറ്റിയെടുത്ത് ഫുള്ളായി മേക്കപ്പ് അല്ലാതെ ഓളെ മോത്തിലും ഒന്നുമില്ല, അവളെ ചുണ്ടിലും ഒന്നുമില്ല, അവളെ കണ്ണിലൊന്നുമില്ല, അവളെ പിരികത്തിലൊന്നുമില്ല, അവളെ കൺപോളയിലൊന്നുമില്ല, അവളെ കവിളത്തടത്ത് ഒന്നുമില്ല. ആകെ മേക്കപ്പിന്റെ ഷൈനിങ് മാത്രമാണ്. അങ്ങനെ ഒരു ആങ്ങളെ മേക്കപ്പ് കാണിക്കുന്നവരെ വിളിച്ചു വരുത്തിയിട്ട് സ്വന്തം പുതിയ പെണ്ണായ പെങ്ങളെ അതേ മൊഞ്ചിപ്പിച്ച് എടുത്തത് കൊണ്ട് മാത്രം ഒരു ആങ്ങളെയും പെങ്ങളോട് കടപ്പാടുള്ളവനാകൂല, സ്നേഹമുള്ളവനാകൂല, വാത്സല്യമുള്ളവനാകൂല. എന്നിട്ട് സുബ്ഹാന ജല്ല ജലാലു പുതിയ പെണ്ണിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ക്യാമറമാനെ വിളിച്ചു വരുത്തുകയാണ്. ഉളുപ്പില്ലാത്ത ആങ്ങളമാരെന്ന് എന്ത് പറയാനാണ്? ആ ക്യാമറമാന് വന്നിട്ട് അവൻ ആരാണ്? ജേഷ്ഠത്തിയാണോ, ജേഷ്ഠനാണോ, അനുജനാണോ, കുടുംബാംഗമാണോ? ഒന്നുമല്ല. കാണാൻ പറ്റിയവനാണോ? അല്ല. അവളെ മുന്നിലിരുത്തിയിട്ട് എന്നിട്ട് അവസാനം അവളെ തലയിൽ ഒരു ഷാല് പോലും ഇടാതെ, തട്ടം പോലും ഇടാതെ അവളിങ്ങനെ അതിങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വാല് പറഞ്ഞാൽ അപ്പൊ പറയും അതെപ്പോഴെങ്കിലും ഒരുക്കല്ലേ എന്ന് പറയും. എപ്പോഴെങ്കിലും ഒരുക്കല്ലേ, എന്നും ഞങ്ങൾ അങ്ങനെ ആക്കുന്നില്ല, എപ്പോഴെങ്കിലും ഒരുക്കാക്കുന്നോ? സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും എന്നും ആക്കാൻ പാടില്ലാത്തത് എപ്പോഴെങ്കിലും ഒരുക്കാക്കാൻ പറ്റുമോ? എന്നും ആക്കാൻ പാടില്ലാത്തത് എന്നും ആക്കാൻ പാടില്ല, എപ്പോഴെങ്കിലും ഒരുക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഏത് ദീനാണുള്ളത്? ഏത് ഇസ്ലാമാണ്? അങ്ങനെ ഒരു ഇസ്ലാമില്ല. യാ അയ്യുഹല്ലദീന ആമനു. അതുകൊണ്ടാണ് ഈമാനുള്ള ജനങ്ങളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വെറുതെയാണോ? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഓ ഈമാനുള്ള സത്യവിശ്വാസികളെ, നിങ്ങൾ അർദ്ധം പർദ്ധം മുസ്ലിമായാ പോരാ. നിങ്ങൾ ഒരൽപ്പം ഇസ്ലാമിന്റെ ഉള്ളിലൊന്ന് നൂണ്ട് പുറത്തേക്ക് വന്നാ പോരാ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായും ഇസ്ലാമിൽ നിങ്ങൾ കടന്നോളണം, പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിച്ചോളണോ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എന്റെ വാല് കേൾക്കുന്ന പെങ്ങന്മാരോട് പറയട്ടെ, ഓ പെങ്ങളെ, കേവലം ഇതിന് മാത്രം നേരം വെച്ചാ പറ്റൂല. അതിന് പകരമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വീടുകള്. ഒരു ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല സ്ത്രീകളുള്ള വീടാണ് ഏറ്റവും നല്ല വീട്. ഏറ്റവും നല്ല സ്ത്രീകള് അവരെ വീട്ടിൽ അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഞങ്ങളെ വീട്ടിൽ ഖുർആൻ ഓത്തില്ലാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടായിക്കൂടാ. ആ ഖുർആൻ ഓതുന്ന മുസ്ഹഫിനെ നന്നായി ബഹുമാനിക്കാൻ അറിയണം ജനങ്ങളെ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണോ? വെറുതെയാണോ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി